ഞെട്ടിക്കുന്ന ബിരിയാണിയാണല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. അതുപോലെ തന്നെ ഒരു ഞെട്ടിക്കുന്ന ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മളുടെ ക്രിസ്മസ് എക്സാമിന് എന്തായാലും വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ആ വരയ്ക്കാനുള്ള ചോദ്യങ്ങളിൽ ഒന്ന് വരാൻ പോകുന്നത് വൃത്തങ്ങൾ അല്ലെങ്കിൽ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നായിരിക്കും. ഏതാണ് മിസ്സേ ആ ഒരു ക്വസ്റ്റ്യൻ? പറഞ്ഞുതരാം. ദിവനാണ് ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ആരം തന്നിട്ട്, റേഡിയസ് തന്നിട്ട് നിങ്ങളോട് എന്ത് പറയാൻ പറ്റും? പറയും ആ സർക്കിൾ വരയ്ക്കാൻ നിങ്ങളോട് പറയും. ഓക്കെ, ആ സർക്കിൾ വരയ്ക്കാൻ നിങ്ങളോട് പറയും, അല്ലെങ്കിൽ നിങ്ങളോട് പരിവൃത്തം വരയ്ക്കാൻ പറയും. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ആയിട്ടും ചോദിക്കും. ചിലപ്പോൾ ഒന്ന് ചോദിക്കും, അല്ലെങ്കിൽ രണ്ടെണ്ണവും ചോദിക്കും. അപ്പൊ ഈ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ ക്രിസ്മസ് എക്സാമിന് ഈ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പകുതി ഭാഗം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ ഇത് നോക്കിയടാ, 1.75 സെന്റിമീറ്റർ ആയിട്ടുള്ള വൃത്തം വരയ്ക്കുക ആരം. അപ്പൊ 1.75 എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് സ്കെയിലിൽ വരയ്ക്കാൻ പറ്റൂല. ആരം വരച്ചാൽ മാത്രമേ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റുള്ളൂ? വൃത്തം വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 1.75 അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കേടാ 3.25 അങ്ങനത്തെ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ ഡബിൾ എടുക്കുക. ബിക്കോസ് നമുക്കറിയാം നമ്മളുടെ വൃത്തത്തിന്റെ ആരത്തിന്റെ ഡബിൾ ആണ് ആര്? വ്യാസം എന്ന് പറയുന്നത്. അപ്പൊ ആരം എത്രയാണോ അതിന്റെ ഡബിൾ എടുത്താൽ എന്ത് കിട്ടും? വ്യാസം, ഡയമീറ്റർ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഡയമീറ്റർ ആണ് നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത്. ഡയമീറ്റർ എന്തായിരിക്കും? 2 × 1.75 ആയിരിക്കും. അതായത് എന്ത് വരുവാ? 1.75 എന്ന് പറഞ്ഞാൽ 1.25 എന്നാ. 1.25 കൂടിയാൽ എത്രയാ ഉണ്ടാവുക? 1 1 2 3 കൂടിയാൽ 1.5 അപ്പൊ എന്ത് വരും? 3.5 വരും അല്ലെ. അതായത് 3.5 അല്ലെ, 3.5 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 3.5 നിങ്ങൾക്ക് എല്ലാവർക്കും സ്കെയിൽ വരയ്ക്കാൻ അറിയാം അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? 3.5 സെന്റിമീറ്ററുള്ള ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, 3.5 സെന്റിമീറ്ററുള്ള ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് അറിയുന്ന കാര്യം, മറ്റൊരു കാര്യം എന്താണ്? നമുക്ക് വ്യാസം കിട്ടിയിട്ട്, ഡയമീറ്റർ കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. അതിന്റെ എന്താണ് കിട്ടേണ്ടത്? അതിന്റെ റേഡിയസ് ആണ് കിട്ടേണ്ടത്. ആരം എന്ന് പറയുന്നത് എന്താണ്? വ്യാസത്തിന്റെ പകുതിയാണ്. അപ്പൊ ഇതിന്റെ നേർ പകുതി എടുക്കണം. ഇതിന്റെ നേർ പകുതി എടുക്കാൻ എന്താടാ ചെയ്യുക? നേർ പകുതി എടുക്കാൻ നമുക്കറിയാം, നമ്മൾ ബൈസെക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ബൈസെക്ടർ വരച്ചാൽ മതി. എങ്ങനെയാടാ ബൈസെക്ടർ വരയ്ക്കുക? ഇത്രയേ ഉള്ളൂ. ബൈസെക്ടർ വരയ്ക്കാൻ നമ്മളുടെ കോമ്പസ് എടുക്കുന്നു. കോമ്പസിൽ എന്ത് ചെയ്യും? നിങ്ങൾ പകുതിയിൽ കൂടുതൽ എടുക്കും അല്ലെ. കോമ്പസിൽ എന്ത് ചെയ്യും? നിങ്ങൾ പകുതിയിൽ കൂടുതൽ എടുക്കും ഈ ലൈൻ്റെ. എന്നിട്ട് ഈ ഒരു അറ്റത്ത് നിന്നും മുകളിലേക്കും അതുപോലെ തന്നെ താഴേക്കും നിങ്ങൾ എന്ത് വരയ്ക്കും? ആർക്ക് വരയ്ക്കും. ഇനി അതുപോലെ ഇതേ അളവിൽ ഇതാ ഈ അറ്റത്ത് കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? താഴേക്കും മുകളിലേക്കും ആർക്ക് വരയ്ക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ആർക്കുകളും ചാപങ്ങളും ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. ആ രണ്ട് പോയിന്റുകളെ നമ്മൾ നോക്ക്, നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ആ രണ്ട് പോയിന്റുകളിലൂടെയും കൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഒരു ലൈൻ വരയ്ക്കാം. സെറ്റ്, ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, സോ ഈ ലൈൻ ആയിരിക്കും എന്ത്? ഈ ഒരു വൈറ്റ് കളറിലുള്ള 3.5 എന്ന് പറയുന്ന ലൈൻ വരച്ചിലെ വ്യാസം, ആ വ്യാസത്തിന് മുറിച്ചിറക്കുന്ന അല്ലെ ബൈസെക്ട് ചെയ്യുന്ന, സമഭാഗം ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത്. അതായത് ഈ ബ്ലൂ ലൈൻ വന്നിട്ട് ഇതിനെന്ത് ചെയ്യും? സമഭാഗം ചെയ്യും. അതായത് 1.75 സെന്റിമീറ്റർ ആയിട്ട് എന്ത് ചെയ്യും? ഇതിനെ ഭാഗം ചെയ്യും. ഇനി എങ്ങനെയാണ് ആ സർക്കിൾ വരയ്ക്കുക? ഒരു പ്രശ്നവുമില്ല. കോമ്പസ് എടുക്കുന്നു, ദാ നോക്ക്, ഈ ഒരു ആരം കറക്റ്റ് ഇതാ നോക്കി, ഈ ഒരു പോയിന്റിൽ നമ്മളുടെ സൂചി പോലെയുള്ള ഭാഗം വെക്കുന്നു. ഈ കറക്റ്റ് ആരം നമ്മളുടെ എന്തിലെടുക്കുന്നു? നമ്മളുടെ പെൻസിലിൽ എടുക്കുന്നു, നമ്മളുടെ കോമ്പസിൽ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മളുടെ സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ഇതുപോലെ നമ്മളുടെ സർക്കിൾ വരയ്ക്കുന്നു. ഇതാണ് നമ്മളുടെ 1.75 ആരമുള്ള സർക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു ദിവസം നോക്ക്, 3.25 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കാനാണ് പറഞ്ഞത്. നമുക്കറിയാം 3.25 നമുക്ക് എന്തിൽ കിട്ടില്ല? നമ്മളുടെ സ്കെയിലിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ നമ്മൾ നോക്കും. വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡബിൾ ആണ്. 2 × 3.25 ആണ്. ഓക്കെ, 3.25 ആണ്. അപ്പോൾ എന്താ വരിക? ഇതിൻ്റെ 2 × 3.25, 3ന്റെ ഡബിൾ എന്ന് പറയുന്നത് 6 ആണ്. 25 എന്ന് പറഞ്ഞാൽ കാലാണ്. കാലിൻ്റെ ഡബിൾ അരയാണ് അല്ലേ. അതായത് 6.5 ആയിരിക്കും. അപ്പോൾ 6.5 സെന്റിമീറ്ററുള്ള ലൈൻ വരയ്ക്കുന്നു, ബൈസെക്ടർ വരയ്ക്കുന്നു, അതിൻ്റെ സർക്കിൾ വരയ്ക്കുന്നു. നിങ്ങൾ വരയ്ക്കില്ലേ? അത് വരച്ചു കഴിഞ്ഞാൽ, അത് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ? ഒരു 100 എന്ന് താഴെ കമൻറ്റ് ചെയ്തോ കേട്ടോ. നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്ന 100 അങ്ങനെ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ബൈസെക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അറിയാമെന്ന്
നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ വന്നാൽ അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ ഇതുപോലെയുള്ള നിങ്ങൾക്ക് കുറെ വരയ്ക്കാൻ എന്തൊക്കെയോ അറിയാം, പക്ഷേ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാന്നുള്ളത് ഇപ്പോഴും ഒരു ഐഡിയ ഉണ്ടാവില്ല. ഏത് ടൈപ്പിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാമെന്ന് ഇപ്പോഴും ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെ കറക്റ്റായിട്ട് ഏത് ടൈപ്പിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാമെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണമെന്നെങ്കിൽ, നിങ്ങൾക്ക് കുറെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറെ പോൾസിലൂടെ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനുള്ള ഒരൊറ്റ മറുപടിയാണ് നമ്മളുടെ ക്ലാസ് 8ന്റെ സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ക്രിസ്മസ് എക്സാമിന് വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാക്കിയ സ്റ്റഡി ഗ്രൂപ്പാണ് കേട്ടോ. അതിൽ വേറെ ഒരു ചർച്ചയില്ല. നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളും നിങ്ങൾക്കുള്ള മോട്ടിവേഷൻസും നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം തരുന്ന ഒരു കിഡിലൻ ഗ്രൂപ്പാണ്. വെറും ഫ്രീ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തോരം നേരം നിങ്ങൾ വാട്സപ്പിലൊക്കെ വെറുതെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഹായ് ഹലോ അയച്ച് കളിക്കലുണ്ട്. ആ ഒരു സമയത്ത് ഒന്ന് ജസ്റ്റ് ഈ ഒരു ഗ്രൂപ്പ് കൂടി നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരുപാട് നിങ്ങളുടെ പഠനത്തിനെ സഹായിക്കാൻ പറ്റിയ ഒരുപാട് മെറ്റീരിയൽസ് എൻ്റെ മക്കൾക്ക് കിട്ടും. അപ്പോൾ ആരും ഈ ഒരു സ്റ്റഡി ഗ്രൂപ്പ് വെറുതെ ആക്കരുത് കേട്ടോ. വേണമെങ്കിൽ ജോയിൻ ചെയ്തോടാം. സോ ഈ ഒരു സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടികൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. എൻ്റെ മക്കൾ ഒന്ന് പോയിട്ട് നമ്മളുടെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, നേരെ വാട്സപ്പിൽ പോകുന്നു, എന്ത് ചെയ്യുന്നു, നമ്മൾ ജോയിൻ ആവുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേഗം പോരും, നമുക്ക് അവിടെ വെച്ച് കാണാം. പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, അവിടെ വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ പോയിണ്ടാവും. ഒരു കാര്യം കൂടി ഉണ്ട്, ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാനുണ്ട്. അതായത് നിങ്ങളോട് ചിലപ്പം പറയും ഒരു 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ആൻഡ് 4 സെന്റിമീറ്റർ ഈ 3 അളവുകളുള്ള എന്ത് വരയ്ക്കാൻ, ഒരു ത്രികോണം വരച്ചിട്ട്, ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിന്റെ പരിവൃത്തം വരയ്ക്കാൻ നിങ്ങളോട് പറയും. സർക്കിൾ അല്ലെങ്കിൽ പരിവൃത്തം വരയ്ക്കാൻ നിങ്ങളോട് പറയും. എങ്ങനെയാ വരയ്ക്കുക? ഈ ട്രയാങ്കിൾ വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം അല്ലെ? എങ്ങനെയാ ഈ ട്രയാങ്കിൾ വരയ്ക്കല്? 3 സൈഡ്സ് എന്നാൽ നിങ്ങൾ എങ്ങനെയാടാ ട്രയാങ്കിൾ വരയ്ക്കല്? സിമ്പിൾ. ഏതെങ്കിലും ഒരു സൈഡ്, ഇപ്പോൾ 4 സെന്റിമീറ്റർ ഞാൻ താഴെ എടുക്കുന്നു. 4 സെന്റിമീറ്റർ എന്ത് ചെയ്തു, ഞാൻ താഴെ എടുത്തു. ഇനി ഇവിടുന്ന് 2 സെന്റിമീറ്റർ എടുക്കണം, എനിക്ക് ഇവിടുന്ന് 3 സെന്റിമീറ്റർ എടുക്കണം. എന്താ ചെയ്യുക? നമ്മളുടെ കോമ്പസിൽ എടുക്കൂ അല്ലെ? കോമ്പസിൽ 2 സെന്റിമീറ്റർ നോക്കും. 2 സെന്റിമീറ്റർ പറയുമ്പോൾ ഇത്രയാണ്. അപ്പൊ 2 സെന്റിമീറ്ററിൽ മക്കൾ എന്ത് ചെയ്യും? ഒരു ആർക്ക് വരയ്ക്കുക അങ്ങോട്ട്. ഓക്കെ, അതുപോലെ 3 സെന്റിമീറ്ററിൽ വേണം. ഈ ആർക്കുകളൊക്കെ മക്കൾ എന്ത് ചെയ്തോ? പെൻസിലോണ്ട് വരയ്ക്കണം കേട്ടോ. പെൻസിലോണ്ട് വരയ്ക്കണം. എന്നിട്ട് അത് മായ്ച്ച് കളയാനുള്ളതാണ്. മറ്റേതും പെൻസിലോണ്ട് തന്നെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ആർക്കുകൾ കൂട്ടിമുട്ടുന്നിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ലൈൻസ് വരയ്ക്കൂ അല്ലെ? ഇതാണ് നമ്മളുടെ ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. എന്തായിരിക്കും? 4 2 3 എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇവനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് വരച്ചു? ട്രയാങ്കിൾ വരച്ചു. ഇതിന്റെ സർക്കിൾ അല്ലെങ്കിൽ പരിവൃത്തം എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ 3 വേർട്ടക്സിലൂടെയും 3 മൂലകളിലൂടെയും കടന്നു പോകുന്ന ഒരു വൃത്ത. ഇതെങ്ങനെയാ വരയ്ക്കാന്നറിയോ? ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ ഏതെങ്കിലും 2 സൈഡ്സിന്റെ ബൈസെക്ടേഴ്സ് വരയ്ക്കാം. ഓക്കെ, സമഭാജി വരയ്ക്കുക. എന്നിട്ട് അവന്മാർ രണ്ടാളും കൂട്ടിമുട്ടുന്നിടത്തുനിന്ന് നമ്മൾ സർക്കിൾ വരയ്ക്കുക ചെയ്യുക. കാണിച്ചു തരാം മിസ്. അതായത് നോക്കേ, ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം ഇവന്റെ ബൈസെക്ടർ വരയ്ക്കുന്നേ. ഇവന്റെ ബൈസെക്ടർ ആണ് ഇങ്ങനെ വരയ്ക്കുക. ഇതാ, ഇവിടുന്നും അതേ അളവിൽ. ഓക്കെ, ഇവന്മാർ രണ്ടാളും കൂട്ടിമുട്ടുന്നിടത്തൂടെ ഞാൻ എന്ത് വരച്ചു? ഒരു ഓറഞ്ച് ലൈൻ വരയ്ക്കട്ടെ. ഓക്കെ, ഇവിടെ പോയി. ഓക്കെ, ഒരു ഓറഞ്ച് ലൈൻ വരച്ചേ. ഇനി അടുത്തത്, ഇവിടെ നമുക്ക് ഇവന്മാരൊന്നും വേണ്ട. അപ്പം ഞാൻ ഇവന്മാരൊക്കെ മായ്ച്ച് കളയാം. ഇനി അടുത്തത് വേറൊരു സൈഡ് എടുത്തു. ഇതാ, ഈ ചെറിയ സൈഡ് എടുക്കാം. ഈ ചെറിയ സൈഡിലും ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ബൈസെക്ടർ വരയ്ക്കുകയാണേ. ബൈസെക്ടർ എങ്ങനെയാ വരയ്ക്കുക? പകുതിയിൽ കൂടുതൽ എടുക്കുന്നു. പകുതിയിൽ കൂടുതൽ എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയും വരയ്ക്കും, ഇവിടെയും വരയ്ക്കും. അതുപോലെ ഈ സൈഡിൽ നിന്നും എന്ത് വരയ്ക്കും? ഇതുപോലെ തന്നെ ആർക്കുകൾ വരയ്ക്കും അല്ലേ? നമ്മളുടെ കോമ്പസിനൊരു കുഴപ്പമുണ്ടടാ. ഇടയ്ക്ക് നമ്മളുടെ കോമ്പസ് പിണങ്ങും. അതാണ് ഈ കോമ്പസിൻ്റെ കുഴപ്പം.
ഓക്കെ, വരച്ചു. ഇവന്മാരെയും കൂട്ടിമുട്ടുന്ന ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇവിടെ നോക്ക് എന്താ സംഭവിച്ചത്. ഈ രണ്ട് ബൈസെക്ടേഴ്സും എവിടെയാണ് കൂട്ടിമുട്ടിയിട്ടുള്ളത്? ഇവിടെ പുറത്തുള്ള പോയിന്റിലാണ് കൂട്ടിമുട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ചില ട്രയാങ്കിൾസിനൊക്കെ പുറത്തായിരിക്കും ചിലപ്പോൾ കൂട്ടിമുട്ടുക, അല്ലെങ്കിൽ അകത്തായിരിക്കും കൂട്ടിമുട്ടുക. എവിടെങ്കിലും നിങ്ങളുടെ ആ രണ്ട് ബൈസെക്ടേഴ്സും കൂട്ടിമുട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ആരെടുക്കുക, നമ്മളുടെ കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ഈ കൂട്ടിമുട്ടിയ ഈ ബിന്ദുവിൽ മക്കൾ എന്ത് ചെയ്യുക, ഈ കോമ്പസിന്റെ സൂചി പോലെയുള്ള ഭാഗം എടുക്കുക. എന്നിട്ട് കോമ്പസിനെ ഇങ്ങനെ നീട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഈ ഒരു ത്രികോണത്തിന്റെ ഏതെങ്കിലും ഒരു മൂലകളിലേക്ക് നീട്ടാം. ഏത് മൂലയായാലും മതി, ഇതായാൽ മതി, അല്ലെങ്കിൽ ഇവന്റെ അടുത്തേക്ക് നീട്ടിയാൽ മതി, അല്ലെങ്കിൽ ഇവന്റെ അടുത്തേക്ക് നീട്ടിയാൽ മതി. എവിടേക്ക് നീട്ടിയാലും നോ പ്രോബ്ലം. ഓക്കെ, നോ പ്രോബ്ലം. സോ നമ്മൾ നോക്കി ഇങ്ങനെ നീട്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ സർക്കിൾ വരയ്ക്കും. ഓക്കെ, ഇവിടേക്ക് നീട്ടിയാൽ നോക്ക്, ഇവനാണ് എന്ത്, ഈ ഒരു നീളാണ് എന്ത്, ഈ വൃത്തത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ടത്, ഒരു ത്രികോണം വരയ്ക്കുന്നു. ത്രികോണത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ട് സൈഡ്സിന്റെ ബൈസെക്ടേഴ്സ് സമഭാജികൾ വരയ്ക്കുന്നു. അവന്മാർ കൂട്ടിമുട്ടുന്ന ബിന്ദു കേന്ദ്രമാക്കിയിട്ട് നമ്മളുടെ വൃത്തത്തിന്റെ മൂലയിലേക്കുള്ള അകലം ആരമായി എടുത്ത് ഒരു വൃത്തം വരച്ചാൽ അത് പരിവൃത്തമാണ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ പോകുന്ന എന്ത് ക്വസ്റ്റ്യൻ, വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ മറന്നു പോകേണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോ, വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കാൻ പറഞ്ഞേക്ക്. ഈ മാത്സ് ഇഷ്ടമല്ല എന്ന് പറയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സില്ലേ, അവർക്കൊക്കെ ഷെയർ ചെയ്തോ, വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ഒറ്റ ആളും മിസ് ചെയ്യരുത്. ഓക്കെ, സോ മറ്റൊരു കാര്യം മിസ്സിന് പറയാനുള്ളത്, ഈ വരയ്ക്കാനുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ പോരാ മിസ്സേ, ഞങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് വേണം, ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കണം. ഞങ്ങൾ കഴിഞ്ഞ സ്റ്റഡി പ്ലാനിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം 2 ചാപ്റ്റേഴ്സ് പഠിക്കണം, അങ്ങനെ പഠിക്കണം, ഇങ്ങനെ പഠിക്കണം ഒക്കെ. അപ്പോഴൊക്കെ ഉള്ള കുറേ കുട്ടികളുടെ പ്രശ്നമായിരുന്നു, മിസ്സേ ഞങ്ങൾ കലാമേളയിലും കായികമേളയിലും ഒക്കെ പോയിട്ട് കുറേ ക്ലാസ്സസ് മിസ്സായി. ഇപ്പോൾ ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒരാൾ സഹായത്തിന് വേണമെന്നുണ്ടെങ്കിൽ, ഒരാൾ പഠിപ്പിച്ചു തരാൻ വേണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആകെയുള്ള സൊല്യൂഷനാണ് നമ്മളുടെ ഈ ഒരു ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ഇത്രയും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഈ കുട്ടികൾക്കായിട്ടാണ് ഞങ്ങൾ ഈ ഒരു ബൂസ്റ്റർ ബാച്ച് നിങ്ങൾക്കായിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബൂസ്റ്റർ ബാച്ച് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1999 ബാച്ചാണ്. 1499 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഒരു 1499 എല്ലാവർക്കും അല്ല കേട്ടോ, ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 2000 കുട്ടികൾക്കാണ് ഈ ഒരു ഓഫർ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് മക്കൾ ഇത്രമാത്രം ചെയ്താൽ മതി. കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു, അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിടുന്നു. ബിക്കോസ് ആ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് മാത്രമേ ഞങ്ങൾ എന്ത് കൊടുക്കുന്നുള്ളൂ, ഈ ഒരു ഓഫർ കൊടുക്കുന്നുള്ളൂ. എന്തിനാ വെറുതെ എത്ര പൈസ പോക്കുന്നത്, നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഓഫറോട് കൂടി തന്നെ പഠിക്കണം എന്ന് അത്രയും ആഗ്രഹമുള്ളതുകൊണ്ടാണ് മിസ് പറയുന്നത്. നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട കാര്യം നിങ്ങൾ എന്ത് ചെയ്തോ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ഓക്കെയാണ്, റെഡി ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ ഇപ്പം എന്താ ചെയ്യേണ്ടത്, ഇപ്പം ഇത്ര മാത്രം ചെയ്താൽ മതി. ഈ ഒരു രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുക, നിങ്ങളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സും നിങ്ങളുടെ നമ്പറും അതിലൊന്ന് ഫില്ല് ചെയ്യുക. വെറും 10 സെക്കൻഡിൻ്റെ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ അത് ഫില്ല് ചെയ്തിട്ട് മാത്രം മക്കൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ലീവ് ചെയ്യുക. ഓക്കെ, സോ മറ്റൊരു വീഡിയോവുമായി കാണാം. അതുവരേക്കും ബൈ.